ശ്രീ മുസ്തഫ, ഇതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി വേണ്ടേ? അപ്പൊ ഈ ബജറ്റിൽ നിയമസഭയിൽ രേഖാമൂലം പറഞ്ഞ 100 കോടി എന്തിനാണ്? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ അങ്ങ് പറയണോ? അത് വന്നാ അത് കൊള്ളാം, ഇത് വന്നാ ഇത് കൊള്ളാം എന്നാണോ ഒരു സർക്കാർ പറയേണ്ടത്? എന്തിനു വേണ്ടി നിങ്ങൾ 100 കോടി മാറ്റി വെച്ചിരിക്കുന്നു? എന്ത് പദ്ധതിക്കാ ബജറ്റിൽ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അവ സഹായിക്കാമെന്ന് മന്ത്രി പറഞ്ഞാൽ പ്രപ്പോസൽ കൊടുക്കണമേ. പ്രപ്പോസൽ കൊടുക്കണമെങ്കിൽ അതിന്റെ പ്രിലിമിനറി സ്റ്റഡികൾ ആ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനാണോ ഇപ്പോൾ ഈ 100 കോടി മാറ്റി വെച്ചിരിക്കുന്നത്? ഒന്ന്, ശ്രീ പി മുസ്തഫ. രണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അറിവ് പരിമിതമാണ്, എങ്കിൽ തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം, ഈ RRT മോഡൽ നടപ്പാക്കുമ്പോൾ അത് നഗര മെട്രോകളുമായൊക്കെ കണക്ട് ചെയ്താണ് പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിലവിൽ കൊച്ചിയിൽ മാത്രമാണ് മെട്രോ ഉള്ളത്. ആ മെട്രോയിനാകട്ടെ വിമാനത്താവളവുമായി പോലും ഇതുവരെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ കോഴിക്കോട്, തിരുവനന്തപുരം മെട്രോകളെല്ലാം ഇതിന്റെ ഭാഗമായി വരണ്ടേ? ഇൻ പ്രിൻസിപ്പൽ മിനിഞ്ഞാന്ന് മന്ത്രിസഭ അംഗീകരിച്ച തീരുമാനം തന്നെ വായിച്ചു നോക്കൂ. ഇതിപ്പോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടപ്പിലാകുന്ന ഒന്നല്ലല്ലോ. 2027 പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞാൽ തന്നെ 2033 അവസാനിക്കുള്ളൂ. നോക്കൂ, ഇവിടെ SC/ST വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SC സംവരണവുമായി ബന്ധപ്പെട്ട് അവർ വികസനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് വെട്ടിച്ചുരുക്കുമ്പോഴും ഈ 100 കോടി 1000 കോടിയൊക്കെ വളരെ കൃത്യമായി എത്തേണ്ട കരങ്ങളിൽ എത്തേണ്ട രീതിയിൽ എത്തുന്നുണ്ട്. പിന്നെ ഇവർ തുരങ്കപാത നിർമ്മിക്കുന്നു അത്രേ. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ ജനമെടുത്ത് വെളിയിലേക്ക് തടയുമ്പോൾ അല്ലെങ്കിൽ ഇവർ വീട് കയറി ഭവന സന്ദർശനമായി ചെല്ലുമ്പോൾ ഈ മഞ്ഞക്കുട്ടി ഇട്ട വീട്ടിലെ ചേച്ചിമാർ ചൂലെടുക്കും. അങ്ങനെ ചൂലെടുത്തുകൊണ്ട് അവർ വരുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഇനി തേനിയിലേക്ക് ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായി.